ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ svlog. ഇന്ന് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നല്ല 3 എണ്ണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൽ നിന്നായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 3 കുഞ്ഞൻ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി തുടങ്ങാം കേട്ടോ. ഇപ്പോൾ അതിനായിട്ട് ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ 4 സൈഡിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ബ്ലൂ കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് താഴേക്കായിട്ട് കുറച്ച് ഡാർക്ക് ബ്ലൂവും പിന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനും താഴേക്കായിട്ട് നമുക്ക് റെഡ് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ സെയിം ബ്രഷ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം അടിച്ചേക്കുന്നതുമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക കളർ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ആ ഒരു റെഡ് കളറുമായിട്ട് കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് താഴേക്കായിട്ട് നമ്മൾ ആ ഒരു റെഡ് കളറും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ, അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ താഴേക്കായിട്ട് ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ സെയിം ബ്രഷ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമുക്കൊരു പ്രത്യേക കളർ കിട്ടുന്നത്. പക്ഷേ അത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഏറ്റവും താഴേക്കായിട്ട് നമുക്ക് ആ ഒരു ഡാർക്ക് ബ്ലൂ കളർ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇടയിലായിട്ട് കുറച്ച് സ്പേസ് വിട്ടില്ലായിരുന്നോ, അവിടെയായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു സൈഡിലേക്ക് തന്നെ അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, അതിൻ്റെയൊക്കെ മുകളിലുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തേക്കിനടുത്ത് ഇതുപോലെ കുറച്ച് പുല്ലൊക്കെ പൊന്തി നിൽക്കുന്ന പോലെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലുള്ള മാസ്കിംഗ് ടേപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൻ്റെ സൈഡിലായിട്ട് മാസ്കിംഗ് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ബ്ലൂ കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അതിന് താഴേക്കായിട്ട് നമുക്ക് റെഡ് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലൈറ്റ് പിങ്ക് കളർ കിട്ടുമല്ലോ, അതൊന്ന് അടിച്ചു കൊടുക്കാം. അതിനും താഴേക്കായിട്ട് ലെമൺ യെല്ലോ കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് അടിച്ച കളറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രത്യേക കളറാണ് നമുക്ക് കിട്ടുക. ഇനി കുറച്ച് ഭാഗത്തേക്കായിട്ട് നമുക്ക് ഓറഞ്ച് കളർ അടിച്ചു കൊടുക്കാം. പിന്നെ അതിനും താഴേക്കായിട്ട് ലാസ്റ്റ് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു കുഞ്ഞു മരം വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പെയിൻറ്റിങ് അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മൂന്നാമത്തെയും ലാസ്റ്റത്തെയുമായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഡാർക്ക് ബ്ലൂവും പിന്നെ അതിൽ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ കളർ കിട്ടുമല്ലോ, അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് താഴേക്കായിട്ട് നമുക്ക് ഡാർക്ക് ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് വേറൊരു കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ഡാർക്ക് ബ്ലൂ കളറും പിന്നെ ലൈറ്റ് ബ്ലൂവും ആ ഒരു രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ ഇടയിലായിട്ട് കുറച്ച് സ്പേസ് വിട്ടില്ലേ, അവിടെയായിട്ട് ഞാൻ യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കണേ. അപ്പോൾ ബ്ലൂ കളറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ കിട്ടിയേക്കണേ. അത് കറക്റ്റ് ആ ഒരു യെല്ലോ കളർ തന്നെയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ താഴേക്കായിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിന് സൈഡിലായിട്ട് നമ്മളൊരു തെങ്ങാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് കുറച്ച് പുല്ലിൻ്റെയൊക്കെ രീതിയിൽ കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പെയിൻറ്റിങ് അത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 ക്യാൻവാസ് പെയിൻറ്റിങ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.